ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ LDC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സൂപ്പർ ട്രെയിനർ മൻസൂർ അലി കാപ്പുങ്ങൾ തയ്യാറാക്കുന്ന മാതൃകാ പരീക്ഷയാണ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളാണുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം നോക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, തടവറകളിലെ അതിക്രമങ്ങൾ തടയൽ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, തടവറകളിലെ അതിക്രമങ്ങൾ തടയൽ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, തടവറകളിലെ അതിക്രമങ്ങൾ തടയൽ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം രൂപീകരിക്കുന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൃഷി ഓഫീസർ. കൃഷി ഓഫീസറാണ് നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം രൂപീകരിക്കുന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ. നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം രൂപീകരിക്കുന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ കൃഷി ഓഫീസറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാന ഭൂപരിഷ്കരണ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ചെയർമാൻ നിലവിൽ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന ആളായിരിക്കണം. 4. സംസ്ഥാന ഭൂപരിഷ്കരണ ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ്. സംസ്ഥാന ഭൂപരിഷ്കരണ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഏതൊക്കെയെന്ന് നോക്കുന്നത്. ചെയർമാൻ നിലവിൽ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന ആളായിരിക്കണം. സംസ്ഥാന ഭൂപരിഷ്കരണ ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ്. അടുത്ത ചോദ്യം നോക്കാം. മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വയോരക്ഷ. മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുള്ള പദ്ധതിയാണ് വയോരക്ഷ. വയോരക്ഷാ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുള്ള പദ്ധതിയാണ്. അടുത്ത ചോദ്യം. സംസ്ഥാന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ ആസ്ഥാനം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് സംസ്ഥാന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ ആസ്ഥാനം. സംസ്ഥാന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന എഴുത്തുകാരും അവരുടെ കൃതികളും അടങ്ങിയ ജോഡികളിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. CV ബാലകൃഷ്ണൻ ആയുസിൻ്റെ പുസ്തകം. ആയുസിൻ്റെ പുസ്തകം എഴുതിയത് CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ എഴുതിയതാണ് കൃതിയാണ് ആയുസിൻ്റെ പുസ്തകം. അപ്പോൾ ആയുസിൻ്റെ പുസ്തകം എഴുതിയത് CV ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം. പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ കായിക പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ്രോണാചാര്യ പുരസ്കാരം. ഇന്ത്യയിൽ കായിക പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. ദ്രോണാചാര്യ പുരസ്കാരമാണ് ഇന്ത്യയിൽ കായിക പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. അടുത്ത ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ കഥകളി എന്ന കലാരൂപവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കഥകളി ഒരു നാടൻ കലയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്.
അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥയാണ്. അപ്പോൾ കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിൽ മുദ്രാഭിനയമുണ്ട്. അപ്പോൾ മുദ്രാഭിനയം കഥകളിയിലുണ്ട്. കഥകളിയിൽ വ്യത്യസ്ത വേഷങ്ങളുണ്ട്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിൽ മുദ്രാഭിനയമുണ്ട്. കഥകളിയിൽ വ്യത്യസ്ത വേഷങ്ങളുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോട്ടയം. കോട്ടയം ജില്ലയിലാണ് ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത്. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ചന്ദനക്കുടം മഹോത്സവം. അടുത്ത ചോദ്യം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് ആക്ട് പാസ്സാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2007. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട ആക്ട് പാസ്സാക്കിയത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട ആക്ട് പാസ്സാക്കിയത് 2007. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിയുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. കമ്മീഷൻ്റെ പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളതോ നിലവിലെ ഹൈക്കോടതി ജഡ്ജിയോ ആയ വ്യക്തിയായിരിക്കണം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളതോ നിലവിലെ ഹൈക്കോടതി ജഡ്ജിയായ വ്യക്തി ആയിരിക്കണം. കമ്മീഷൻ പ്രസിഡന്റിൻ്റെ നിയമനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം സംസ്ഥാന സർക്കാർ നടത്തുന്നു. കമ്മീഷൻ പ്രസിഡന്റ് നിയമനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം സംസ്ഥാന സർക്കാർ നടത്തുന്നു. സംസ്ഥാന കമ്മീഷനിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും യോഗ്യതകൾ, കാലാവധി, നിയമനം, നീക്കം ചെയ്യൽ എന്നിവ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും യോഗ്യതകൾ, കാലാവധി, നിയമനം, നീക്കം ചെയ്യൽ എന്നിവ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പോയിന്റ് ഒന്നുകൂടി നോക്കാം. കമ്മീഷൻ്റെ പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളതോ നിലവിലെ ഹൈക്കോടതി ജഡ്ജിയോ ആയ വ്യക്തിയായിരിക്കണം. കമ്മീഷൻ പ്രസിഡന്റ് നിയമനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം സംസ്ഥാന സർക്കാർ നടത്തുന്നു. സംസ്ഥാന കമ്മീഷനിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും യോഗ്യതകൾ, കാലാവധി, നിയമനം, നീക്കം ചെയ്യൽ എന്നിവ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1098. 1098 പോക്സോ കേസുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ. പോക്സോ കേസുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറാണ് 1098 എന്നത്. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം പൊതു അധികാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തന്നിരിക്കുന്നവയെല്ലാം. കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, വികസന അതോറിറ്റികൾ എന്നിവയെല്ലാം വിവരാവകാശ നിയമപ്രകാരം പൊതു അധികാര സ്ഥാപനങ്ങളാണ്. വിവരാവകാശ നിയമപ്രകാരം പൊതു അധികാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, വികസന അതോറിറ്റികൾ എന്നിവ. ഒന്നുകൂടി നോക്കാം. വിവരാവകാശ നിയമപ്രകാരം പൊതു അധികാര സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, വികസന അതോറിറ്റികൾ എന്നിവ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ലക്ഷ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. എന്തൊക്കെയാണെന്ന് നോക്കാം. വനിതകൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള അവകാശങ്ങൾക്ക് ഉറപ്പു നൽകുക, ആശ്രിതരില്ലാത്ത ഇരകൾക്ക് കൂടുതൽ ഫലപ്രദമായ സംരക്ഷണം നൽകുക. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നുള്ള വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ലക്ഷ്യമാണ് വനിതകൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുക എന്നതും ആശ്രിതരില്ലാത്ത ഇരകൾക്ക് കൂടുതൽ ഫലപ്രദമായ സംരക്ഷണം നൽകുക എന്നതും. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ലക്ഷ്യങ്ങളാണ് വനിതകൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുക, ആശ്രിതരില്ലാത്ത ഇരകൾക്ക് കൂടുതൽ ഫലപ്രദമായ സംരക്ഷണം നൽകുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വൈറ്റമിൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ആണ്.
വൈറ്റമിൻ ഡി ആണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വൈറ്റമിൻ. അടുത്ത ചോദ്യം, കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സ്നേഹധാര. വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. സ്നേഹധാര പദ്ധതി എന്നത് വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ്. ഒന്നുകൂടി നോക്കാം. വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെർട്ടൂസിസ്, 5-ാം പനി റൂബിയോള വൈറസ്. അപ്പോൾ വില്ലൻ ചുമയ്ക്ക് കാരണം ബോർഡറ്റെല്ല പെർട്ടൂസിസ്. അപ്പോൾ ബോർഡറ്റെല്ല പെർട്ടൂസിസ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് വില്ലൻ ചുമ. 5-ാം പനിക്ക് കാരണം റൂബിയോള വൈറസ് ആണ്. റൂബിയോള വൈറസ് 5-ാം പനി. അപ്പോൾ വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെർട്ടൂസിസ്, 5-ാം പനി റൂബിയോള വൈറസ്. അടുത്ത ചോദ്യം, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈസിനോഫിൽ. ഈസിനോഫില്ലാണ് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഈസിനോഫില്ലാണ്. അപ്പോൾ ഈസിനോഫില്ലാണ് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.